Hello everyone, welcome to another session of representation theory. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ഗ്രൂപ്പ്സിന്റെ ക്യാരക്ടർ ടേബിളും അതിനെ എങ്ങനെയാണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഈ ലിഫ്റ്റിംഗ് പ്രോസസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മളുടെ ഈ ഓരോ ഗ്രൂപ്പ്സിലും അപ്ലൈ ചെയ്യാന്നുള്ളതുമാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് A4 ഗ്രൂപ്പ് ആണ്. A4 എന്ന് പറയുന്നത് S4ന്റെ സബ് ഗ്രൂപ്പ് ആണ്. A4 എന്ന് പറയുന്നത് S4ന്റെ സബ് ഗ്രൂപ്പ് ആണ്. ഈവൻ പെർമുട്ടേഷൻസിന്റെ ഗ്രൂപ്പ് ഓഫ് ഈവൻ പെർമുട്ടേഷൻസ് ഓഫ് S4. S4ലുള്ള ഈവൻ പെർമുട്ടേഷൻസിന്റെ ഒരു ഗ്രൂപ്പാണ് A4 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ ഇനി നമുക്കറിയാം A4ന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് 12 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ക്യാരക്ടർ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. നമുക്ക് S4ലാകുമ്പോൾ എളുപ്പമായിരുന്നു. S4ൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ക്യാരക്ടർ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് കോൺജുഗേറ്റ് ക്ലാസ് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ S4ലാകുമ്പോൾ അതിന്റെ കോൺജുഗേറ്റ് ക്ലാസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? കോൺജുഗേറ്റ് ക്ലാസ് എന്ന് പറയുന്നത് those elements having same cycle pattern. Okay, സെയിം സൈക്കിൾ പാറ്റേൺ ഉള്ള എലമെന്റ്സിന് കളക്ഷൻ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും എന്ന് കോൺജുഗേറ്റ് ക്ലാസ്സസിൽ വരിക. അതായത് ഇപ്പോൾ C1 എന്ന് പറയുന്നത് നമ്മളുടെ ഐഡന്റിറ്റി 1, 2, 3, 4 എന്നുള്ള ഐഡന്റിറ്റി എടുക്കുകയാണെങ്കിൽ പിന്നെ C2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 സൈക്കിളിന്റെ കളക്ഷൻസ് ആയിരിക്കും. C3 എന്ന് പറയുന്നത് 3 സൈക്കിളിന്റെ, C4 എന്ന് പറയുന്നത് 4 സൈക്കിളിന്റെ. അങ്ങനെയായിരിക്കും നമുക്ക് കോൺജുഗസി ക്ലാസ്സസ് വരുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ A4 എടുക്കുന്ന സമയത്ത് ഇതിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. A4 എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺജുഗസി ക്ലാസ് എന്ന് പറയുന്നത് സെയിം സൈക്കിൾ പാറ്റേൺ ഉള്ളവർ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോ നമ്മൾ എപ്പോഴാണ് കോൺജുഗസി ക്ലാസ് എന്ന് പറയുന്നത്? അപ്പോൾ നമ്മളിപ്പോ 1, 2, 3യും 1, 3, 2 എടുക്കുന്നു. ഇത് രണ്ടിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് ഇതൊരു 2 സൈക്കിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് 2 സൈക്കിൾസ് ആയതുകൊണ്ട് തന്നെ ഇത് സെയിം കോൺജുഗസി ക്ലാസ്സിലാണ് വരേണ്ടത്. അപ്പൊ ഇത് സെയിം കോൺജുഗസി ക്ലാസ് ആണ് എന്ന് നമ്മൾ സപ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു T കിട്ടും. നമുക്കൊരു T എലമെന്റ് ഓഫ് U കിട്ടും. എങ്ങനെയാണ്? T ഇൻറ്റു 1, 2, 3 T ഇൻവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം? 1, 3, 2 കിട്ടണം. അങ്ങനെയാണെങ്കിൽ അല്ലേ നമ്മൾ അതിനെ കോൺജുഗേറ്റ് എലമെന്റ്സ് എന്ന് പറയാം. അപ്പോ ഈ ഒരു T1, 2, 3 T ഇൻവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട Tന്റെ പ്രത്യേകത അത് 4നെ ഫിക്സ് ചെയ്യണം, അല്ലെ? 4 എന്ന് പറയുന്ന എലമെന്റിനെ മാറ്റാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 1 വരാം, പിന്നെ 1, 3, 2 വരാം, പിന്നെ 1, 2, 3 തന്നെ വരാം. അപ്പൊ ഈ 3 എലമെന്റ്സ് ആയിരിക്കും Tന്റെ പോസിബിലിറ്റി. കാരണം ഈ 3 4നെ ഫിക്സ് ചെയ്തത്. ഓക്കെ, പക്ഷെ ഇതിലൊന്നുപോലും 1, 2, 3 ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. 1, 2, 3 ഇൻറ്റു 1, 3, 2 ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും റൈറ്റിൽ നിന്നാണ് നോക്കാം. അപ്പൊ ഇവിടെ 1 3ലോട്ട് പോയി, 1, 2, 3 ഇങ്ങനെയല്ലേ വരാം. 1 3ലോട്ട് പോയി, ഇവിടെ 3 1ലോട്ട് പോയി, അപ്പൊ 1 1ലോട്ട് പോയി. ഇനി 3 2ലോട്ട് പോയി, ഇവിടെ 2 3ലോട്ട് പോയി, അപ്പൊ 3 3ലോട്ട് പോയി. ഇനി 2 1ലോട്ട് പോയി, 2 1ലോട്ട് പോയി, ഇവിടെ 1 2ലോട്ട് പോയി, അപ്പൊ 2 2ലോട്ട് പോയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 1, 2, 3 എന്നാണ് 1, 2, 3 മാപ്പിംഗ് ടു 1, 2, 3 തന്നെയാണ് കിട്ടുന്നത്. ഇനി 1, 3, 2 1, 2, 3 എടുത്ത് നോക്കുകയാണെങ്കിൽ 1, 2, 3, അപ്പൊ 1 2ലോട്ട് പോയി, ഇനി എന്ത് ചെയ്യാണ്? 2 1ലോട്ടാണ് പോകുന്നത്. അപ്പൊ 1 എവിടേക്ക് പോകും? 1 2ലോട്ട് പോയി, 2 1ലോട്ടാണ്, അപ്പൊ 1 1ലോട്ട് തന്നെ പോകും. ഇനി ഇവിടെ 2 3ലോട്ട് പോയി, ഇവിടെ 3 എവിടേക്കാ പോകുന്നത്? 2ലോട്ട് തന്നെയാണ് പോകുന്നത്, 2ലോട്ട് പോകും.
ഇനി 3 1-ലോട്ടാണ് പോകുന്നത്, 1 3-ലോട്ടാണ്. അപ്പൊ 3-ലോട്ട് തന്നെ പോകും. ഓക്കെ, ഇതൊക്കെ കമ്മ്യൂട്ട് ചെയ്യും. ഈ രണ്ട് എലമെന്റ്സ് 1 2 3-യും 1 3 2-യും കമ്മ്യൂട്ട് ചെയ്യും. പക്ഷെ നിന്ന് കറക്റ്റ് ചെയ്യാണ്, നേരത്തെ പറഞ്ഞ കമ്മ്യൂട്ട് ചെയ്യില്ല എന്നാണ്. ഇത് കമ്മ്യൂട്ട് ചെയ്യും, പക്ഷെ T 1 2 3 T ഇൻവേഴ്സ് 1 ഈക്വൽ ടു 1 3 2 എന്നുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ അത് സെയിം കോൺജുഗസി ക്ലാസ്സിലായിരിക്കില്ല വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇതിന്റെ കോൺജുഗസി ക്ലാസ്സിനെ കുറിച്ചാണ്. അപ്പോ കോൺജുഗസി ക്ലാസ്സസ് ഓഫ് A4 എന്ന് പറയുമ്പോൾ കോൺജുഗസി ക്ലാസ്സസ് ഓഫ് A4 എന്ന് പറയുന്നത് C1 ഈക്വൽ ടു C1 എന്ന് പറയുന്നത് സെറ്റ് 1 ആണ്. C2 എന്ന് പറയുന്നത് സെറ്റ് 1 2 3 1 3 4 1 4 2 2 4 3. ഇനി C3 എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിങ്ങനെ പഠിച്ചു വെക്കാം. ഇനി 1 3 2 1 4 3 1 2 4 1 2 3 4. C4 1 2 3 4 1 3 2 4 1 4 2 3. ഓക്കെ, ഇനി ഓരോ കോൺജുഗസി ക്ലാസ്സിലുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ H1 H2 എന്ന് വിളിക്കുക. അപ്പൊ H1 1 ആണ്, H2 3 ആണ്, H3 again ഇവിടെ നമുക്ക് 4 എലമെന്റ്സ് ഉണ്ട്. H2 4 ആണ്, ഇതും 4 ആണ്. C4 എലമെന്റ്സ് എന്ന് പറഞ്ഞ H4 എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് കിട്ടും. ഇനി നമ്മൾ V എന്ന് പറയുന്നത് C1 യൂണിയൻ C4 ആയിട്ട് എടുക്കാം. C1 യൂണിയൻ C4 ആയിട്ട് എടുക്കാം. അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതൊരു നോർമൽ സബ് ഗ്രൂപ്പ് ആയിട്ട് കിട്ടും. ഇറ്റ്സ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ഏതാണ്? നമ്മളുടെ A4 ആണ്. A4-ന്റെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണ് V എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ A4 by V-യില് എത്ര എലമെന്റ്സ് ഉണ്ടാവും? ഇതില് 12 by C1-ല് ഒരു എലമെന്റും C4-ല് 3 എലമെന്റും, അപ്പൊ മൊത്തം 4 എലമെന്റ് ഉണ്ടാവും, വിച്ച് ഇസ് ഈക്വൽ ടു 3. ഇനി ഇതൊരു നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് A4 ആണ്. A4 ഒരു അബീലിയൻ ഗ്രൂപ്പ് ആണ്. അതുകൊണ്ട് തന്നെ V എന്ന് പറയുന്നത് സൈക്ലിക് ആയിരിക്കും. സോ V is isomorphic to 3 elements ഉള്ള ഒരു സൈക്ലിക് ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം V is isomorphic to, V അല്ല, G by V is isomorphic to Z3 എന്ന് പറയാം. G by V is isomorphic to Z3 എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി Z3-യുടെ ക്യാരക്ടർ ടേബിൾ നമുക്ക് അറിയാം. അതായത് ക്യാരക്ടർ ടേബിൾ ഫോർ Z3 എന്ന് പറയുന്നത് എന്തായിരുന്നു? സീറ്റ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് E of 2 pi I സീറ്റ ആർ ഓഫ് എസ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ 2 pi R S by N ആണ്. ഇനി ക്യാരക്ടർ ടേബിൾ ഫോർ Z3 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ അതിന്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, നമുക്ക് ഇവിടെ ആദ്യം നമ്മൾ അതിലെ എലമെന്റ്സ് എഴുതും. 1 x x സ്ക്വയർ,
ഇനി ഇതിലെ എത്ര എലമെന്റ്സ് ആയിരുന്നു ഓരോ കോൺജുഗസി ക്ലാസ്സിലും 1 ആണ്, കാരണം സൈക്ലിക് ഗ്രൂപ്പ് ആണ്. ഇനി സീറ്റ 0, സീറ്റ 1, സീറ്റ 2. ഇനി ഇത് ഫസ്റ്റ് ട്രിവിയൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് എല്ലാം 1 ആയിരിക്കും. പിന്നെ നമുക്ക് കിട്ടുന്ന ഒമേഗ, ഒമേഗ സ്ക്വയർ, ഒമേഗ സ്ക്വയർ, ഒമേഗ എന്നുള്ളതായിരുന്നു ക്യാരക്ടർ ടേബിൾ ഫോർ Z3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി G/V എന്ന് പറയുന്നത് Z3യോട് ഐസോമോർഫിക് ആണെന്ന് മനസ്സിലായി. പക്ഷെ നമുക്ക് വേണ്ടത് ക്യാരക്ടർ ടേബിൾ ഫോർ A4 ആണ്. ഓക്കെ, A4ന്റെ ക്യാരക്ടർ ടേബിൾ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെയാണ് ലിഫ്റ്റിംഗ് പ്രോസസ്സ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ക്യാരക്ടർ സീറ്റ ഐന്റെയും ഡിഗ്രി സ്മോൾ fi ആണെങ്കിൽ ആ FIകളുടെ സ്ക്വയറിന്റെ സം സിഗ്മ I is equal to 1 to m FI സ്ക്വയർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ആ ഗ്രൂപ്പിന്റെ ഓർഡറിനോട് ഈക്വൽ ആണ് എന്നുള്ളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സിഗ്മ I is equal to 1 to 4, കാരണം ഇവിടെ 4 കോൺജുഗസി ക്ലാസ് ആണ് ഉള്ളത്. അപ്പൊ I is equal to 1 to 4. FI സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രൂപ്പിന്റെ ഓർഡർ 12 എന്ന് പറയാം. ഇനി നിങ്ങൾ ക്യാരക്ടർ ടേബിൾ നോക്കുകയാണെങ്കിൽ A4ന്റെ ക്യാരക്ടർ ടേബിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരിക? 1 1 1. ഇവിടെ 4 എലമെന്റ്സ് എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ, ബാക്കി നമ്മളുടെ ഈ ഗ്രൂപ്പിൽ അതേ എലമെന്റ്സ് ആയിരിക്കും. 1 ഒമേഗ, ഒമേഗ സ്ക്വയർ, ഒമേഗ സ്ക്വയർ, ഒമേഗ. ഓക്കെ, അപ്പൊ ഇതായിരിക്കും ഉണ്ടാവും. അപ്പൊ നമുക്കിവിടെ ബാക്കി എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവേണ്ടത്. അപ്പൊ അത് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഇവിടെയും 1 1 എന്നുള്ള എൻട്രി ആയിരിക്കും. ഈ എലമെന്റ്സ് ഒന്നും എന്താണ് താഴെയുള്ള ഈ ഒരു സീറ്റ റേസ് ടു 4ന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഓരോ വാല്യൂ ആണ് F1, F2, F3, F4 എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്ക്വയറുകളുടെ സം ആണ് 12. അപ്പൊ നമുക്കറിയാം F1 എന്ന് പറയുന്നത് 1 ആണ്. സോ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് F4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 12 എന്ന് കിട്ടി. അപ്പൊ F4 സ്ക്വയർ ഈക്വൽ ടു 12 മൈനസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 3. 12 മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 9. അപ്പൊ F4 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 9 വിച്ച് ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഈ എൻട്രി എന്തായിരിക്കും? 3 ആണെന്ന് കിട്ടി. ഇനി നമുക്കിത് അറിയില്ല ബാക്കി എൻട്രീസ്. അപ്പൊ നമുക്ക് ആൽഫ, ബീറ്റ, ഗാമ എന്ന് എടുക്കാം. ഓക്കെ, ഇതിനെ കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. നമ്മളുടെ ക്യാരക്ടർ ടേബിൾ ഫോർ A4 എന്ന് പറയുന്നത് ക്യാരക്ടർ ടേബിൾ ഫോർ A4 എന്ന് പറയുന്നത് എന്തായിരിക്കും? A4ന്റെ നമ്മുടെ കോൺജുഗസി C1, C2, C3, C4 വരും. ഇനി ഇതിലെ എലമെന്റ്സ് എത്ര എലമെന്റ്സ് ഉണ്ടായിരുന്നു? 1, 4, 4, 3. പിന്നെ ഇവിടെ സീറ്റ 1, സീറ്റ 2, സീറ്റ 3, സീറ്റ 4. ഇനി വരുന്നത് നമ്മളുടെ Z3യില് 1 നമ്മൾ 3 ആണെന്ന് കണ്ടുപിടിച്ചു. ഒമേഗ സ്ക്വയർ 1, ഒമേഗ സ്ക്വയർ ഒമേഗ 1. പിന്നെ ഇവിടെ വരുന്നത് ആൽഫ, ബീറ്റ, ഗാമ. ഇനി നമുക്കറിയാം ക്യാരക്ടർ റിലേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് പറയുന്നത് ഇക്വാലന്റ് റെപ്രസെന്റേഷൻസ് ആണെങ്കിൽ ക്യാരക്ടർ സെയിം ആയിരിക്കും. അല്ലെങ്കിൽ അതിന്റെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഇവിടെ C1, C2 എന്ന് പറയുന്നത് 2 ഡിഫറെന്റ് കോൺജുഗസി ക്ലാസ്സിലുള്ള എലമെന്റ്സ് ആണ്.
സെയിം കോൺജുഗേസി ക്ലാസ്സിലെ എലമെന്റ്സ് ആണെങ്കിൽ സെയിം ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ഇവിടെ ഡിഫറെന്റ് കോൺജുഗേസി ക്ലാസ്സിലെ എലമെന്റ്സ് ആയതുകൊണ്ട് C1 ഇൻറ്റു C2 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ക്യാരക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് 0 ആയിരിക്കും. ഇത് 0 ആയിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാണ്. 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു ഒമേഗ പ്ലസ് 1 ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് 3 ആൽഫ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് 3 ആൽഫ ഈക്വൽ ടു 0. ഇനി ഒമേഗ എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മളുടെ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണ്. സോ ഒമേഗ ക്യൂബ് ഈക്വൽ ടു 1 അല്ലേ? അപ്പൊ സം ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? 0 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം 0 പ്ലസ് 3 ആൽഫ ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ആൽഫ ഈക്വൽ ടു 0. ഇനി നമുക്ക് C1 ഇൻറ്റു C3 ചെയ്യാം. അത് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ നമുക്ക് 1 ഇൻറ്റു 1 പ്ലസ്, അപ്പൊ 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ പ്ലസ് 3 ബീറ്റ ഈക്വൽ ടു 0. ഇവിടെ നിന്നും നമുക്ക് ബീറ്റ 0 ആയിട്ട് കിട്ടും. ഇവിടെ നിന്നും ബീറ്റ 0 ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ C1 C4 0 ആയിട്ട് കൊടുക്കാം. അപ്പൊ 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 3 ഗാമ ഈക്വൽ ടു 0. അപ്പൊ 1 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 3 ഗാമ ഈക്വൽ ടു 0. അപ്പം 3 പ്ലസ് 3 ഗാമ 3 ആൽഫ സോറി ആൽഫ ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് 3 ഗാമ ഈക്വൽ ടു -3. സോ ഗാമ ഈക്വൽ ടു -3/3 വിച്ച് ഇസ് ഈക്വൽ ടു -. ഓക്കെ, അപ്പൊ ഗാമ എന്ന് പറയുന്നത് -1 ആണെന്ന് കിട്ടും. നമുക്ക് ഈ ക്യാരക്ടർ ടേബിൾ ഫില്ല് ചെയ്യാം. ക്യാരക്ടർ ടേബിൾ ഫോർ A4 എന്ന് പറയുമ്പോൾ C1 C2 C3 C4 ഇതില് 1 4 4 3 θ1 θ2 θ3 θ4 1 1 1 1 1 1 1 ഒമേഗ സ്ക്വയർ 1 ഒമേഗ സ്ക്വയർ ഒമേഗ 1. പിന്നെ ഇവിടെ 3 ആണ്. 3 നമുക്ക് ആൽഫയും ബീറ്റയും 0 ആയിട്ട് കിട്ടി, ഗാമ -1 ആയിട്ട് കിട്ടി. സോ വിച്ച് ഇസ് ദ ക്യാരക്ടർ ടേബിൾ ഫോർ A4? A4ന്റെ ക്യാരക്ടർ ടേബിൾ ഇതാണ്. അപ്പൊ നമുക്ക് ഇവിടെ അറിയേണ്ട ഒരു കാര്യം, ക്യാരക്ടർ ടേബിൾ ഫോർ A4 അറിയണം എന്നുണ്ടെങ്കിൽ, കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർത്തോഗണാലിറ്റി റിലേഷൻ ഫോർ ദ ഫസ്റ്റ് കൈൻഡും അറിയണം, ക്യാരക്ടർ ടേബിൾ ഫോർ Z3 അറിയണം, അതിന്റെ കോൺജുഗസി ക്ലാസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളും അറിയണം. അപ്പോൾ മെയിൻ ആയിട്ട് ഈ ക്യാരക്ടർ ടേബിൾസ് ഫോർ Z3 A4 D4 അതൊക്കെ നമ്മൾ ബൈ ഹാൻഡ് ആയിട്ട് പഠിച്ചു വെക്കാം, എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത്. കാരണം ഒരെണ്ണത്തിന്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ മറ്റൊന്ന് യൂസ് ചെയ്യേണ്ടി വരികയാണ്. അപ്പൊ നമുക്കൊരു 4 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് Z3ന്റെ ക്യാരക്ടർ ടേബിൾ ഇവിടുന്ന് പിന്നെയും കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ അത് ഒരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പം മാർക്കിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത്രയാണ് ഇതിലുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തൊരു ഗ്രൂപ്പിന്റെ ക്യാരക്ടർ ടേബിൾ ആണ്. Character table for D4. Character table for D4. D4 എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ക്യാരക്ടർ ടേബിൾ. അപ്പൊ D4ലെ എലമെന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 A സ്ക്വയർ A ക്യൂബ് B AB A സ്ക്വയർ B A ക്യൂബ് B. ഓക്കെ, അതാണ് നമ്മുടെ D4. ഇനി ഇതിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. A⁴ ഈക്വൽ ടു B സ്ക്വയർ ഈക്വൽ ടു 1 and B inverse AB equal to A cube. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ B inverse AB equal to A cube എന്ന് തന്നിട്ടുള്ളതുകൊണ്ട്
എയും ബിയും എയും എ ക്യൂബും കോൺജുഗേറ്റ്സ് ആണെന്ന് പറയാലോ. എയും എ ക്യൂബും കോൺജുഗേറ്റ്സ് ആണെന്ന് പറയാം. ഓക്കെ, നമുക്ക് കോൺജുഗേസി ക്ലാസ് ജസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി മാത്രമുള്ള C1 C2 എന്ന് പറയുന്നത് എയും എ ക്യൂബും. ഓക്കെ, ഇത് കോൺജുഗേസി കോൺജുഗേറ്റ്സ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേറെ എലമെന്റ്സ് ഏതൊക്കെയാണ് കോൺജുഗേസി ക്ലാസ് ഫോം ചെയ്യുക, നമ്മളുടെ സെന്ററിൽ ഏതൊക്കെ എലമെന്റ്സ് ആയിരിക്കും വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മളിനി 1A A സ്ക്വയർ A ക്യൂബ് ഒക്കെ എടുക്കുകയാണെങ്കിൽ A സ്ക്വയർ ഇതിന്റെ എല്ലാത്തിനെയും കൂടെ നമുക്ക് കമ്മ്യൂട്ട് ചെയ്യുന്ന അറിയാം. കാരണം ഇപ്പൊ B ഇൻവേഴ്സ് A സ്ക്വയർ B എന്ന് പറയുന്നത് B ഇൻവേഴ്സ് A AB ആണ്. നമുക്കറിയാം B ഇൻവേഴ്സ് A AB ആണ്. പിന്നെ നമുക്കറിയാം ഇവിടെ നമുക്ക് B ഇൻവേഴ്സ് AB ഈക്വൽ ടു A ക്യൂബ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് AB എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, B A ക്യൂബ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് B ഇൻവേഴ്സ് B A ക്യൂബ് ആണെന്ന് പറയാം. ഇനി ഇവിടെ നിന്ന് ഈ B ഇൻവേഴ്സ് AB എന്ന് പറയുന്നത് എന്താ, എഗെയിൻ A ക്യൂബ് ആണ്. അപ്പൊ A ക്യൂബ് ഇൻറ്റു A ക്യൂബ് A റേസ് ടു 6 ആണെന്ന് കിട്ടും. ഓക്കെ, പറയാം A സ്ക്വയറും A റേസ് ടു 6ഉം കോൺജുഗേറ്റ്സ് ആണ് എന്ന് പറയാം. A സ്ക്വയറും A റേസ് ടു 6ഉം കോൺജുഗേറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം A റേസ് ടു 6 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, A റേസ് ടു 4 1 ആണ്. അപ്പൊ അത് A സ്ക്വയർ തന്നെയാണ്. ഓക്കെ, ഇനി A സ്ക്വയർ B യുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യും. അപ്പൊ അതെങ്ങനെ പറയാം, A സ്ക്വയർ കമ്മ്യൂട്ട്സ് വിത്ത് B, A സ്ക്വയർ കമ്മ്യൂട്ട്സ് വിത്ത് B. നമുക്ക് രണ്ട് എലമെന്റ് വേണം. ഞാനതിനെ AB ഇൻവേഴ്സ് A സ്ക്വയർ AB ആയിട്ട് എടുത്തു. അപ്പൊ ഇതിന് B ഇൻവേഴ്സ് A ഇൻവേഴ്സ് A സ്ക്വയർ AB ആയിട്ട് എടുത്തു. So which is equal to B inverse A inverse A square എന്ന് പറയുമ്പോൾ A വരും, പിന്നെ ഇവിടെ ഒരു A കൂടി ചേർത്ത് A square B എന്ന് വരും. So which is equal to A square M എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം A square എന്ന് പറയുന്നത് AB യുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നു പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ A സ്ക്വയർ AB യുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം A സ്ക്വയർ കമ്മ്യൂട്ട്സ് വിത്ത് A സ്ക്വയർ B, A ക്യൂബ് B, ഇതൊക്കെ ആയിട്ടും ആര് കമ്മ്യൂട്ട് ചെയ്യും, A സ്ക്വയർ കമ്മ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി അതേപോലെ 1 എന്ന് പറയുന്നത് Z(D4)ലെ എലമെന്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ Z(D4)ലെ എലമെന്റ് അല്ലാത്തത് നമ്മളിപ്പം A സ്ക്വയർ B എടുക്കുകയാണെങ്കിൽ അത് Z(D4)ലെ എലമെന്റ് അല്ല എന്ന് പറയാം. അതെങ്ങനെ പറയാം, AB ദ ഹോൾ ഇൻവേഴ്സ് A സ്ക്വയർ B AB which is equal to B inverse A inverse A square B into AB. It's equal to B inverse A inverse A square B AB. So A inverse A square ne A natti. B inverse A B A B natti. B inverse A B again A cube ആണ് natti. So A cube B. A square B A cube B ഒക്കെ എന്തായി, ഇതിൽ എലമെന്റ് അല്ല, കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇതിൽ എലമെന്റ് Z(D4)ലെ എലമെന്റ് അല്ല നമുക്ക് പറയാം. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് അപ്പോൺ ഡൂയിങ് ദിസ് നമുക്ക് എന്ത് പറയാം, കോൺജുഗസി ക്ലാസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിപ്പോ നമുക്ക് D4ന്റെ ഒരു ക്യാരക്ടർ ടേബിൾ ചോദിക്കുമ്പോൾ ഇത്രയും നമുക്ക് ഡെറൈവ് ചെയ്യാൻ എക്സാം ടൈമിൽ പറ്റണമെന്നില്ല. അപ്പൊ നമ്മള് എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതിനെ കുറിച്ച് പഠിക്കാം.
ഓക്കെ, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള തന്നെയാണ്, പക്ഷെ എക്സാം ഹാളിൽ നമുക്കത് ഡെറൈവ് ചെയ്യാൻ സമയം കിട്ടണമെന്നില്ല. അപ്പൊ കോൺജുഗേസി ക്ലാസ്സസ് ഓഫ് D4 എന്ന് പറയുന്നത് സെറ്റ് 1, സെറ്റ് A സ്ക്വയർ, സെറ്റ് A ക്യൂബ്, സെറ്റ് B A സ്ക്വയർ B, സെറ്റ് AB A ക്യൂബ് B. ഓക്കെ, ഇതായിട്ട് കൺസിഡർ ചെയ്യാം. മൊത്തം എത്ര C1, C2, C3, C4, C5 5 കോൺജുഗേസി ക്ലാസ് ഉണ്ട്. ഇതിലെ HIനെ കുറിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ 1, 1, 2, 2, 2. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് ഒരു നോർമൽ സബ് ഗ്രൂപ്പ് വേണം. അതിനായിട്ട് നമ്മളുടെ C1 യൂണിയൻ C2 എടുക്കാം. അപ്പോ ഈ എന്നിന്റെ കാർഡിനാലിറ്റി എന്താണ്? 2 ആണ്. അപ്പൊ ഗ്രൂപ്പില് എത്ര എലമെന്റ് ഉണ്ട്? D4/n എടുക്കുന്ന സമയത്ത് അതിന്റെ കാർഡിനാലിറ്റി എന്തായിരിക്കും? 8/2 4 എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ D4/n എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് എടുത്തു. ഇതിൽ നമ്മളുടെ n ഉണ്ട്, NA ഉണ്ട്, NB ഉണ്ട്, NAB ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ n എന്താണ്? n എന്ന് പറയുന്ന നോർമൽ സബ് ഗ്രൂപ്പ് 1 A സ്ക്വയർ. ഓക്കെ, അപ്പൊ NAയിൽ ആരൊക്കെ ഉണ്ടാവും? ഇതില് 1 A സ്ക്വയറും, ഇതില് Aയും A ക്യൂബും, ഇതില് Bയും A സ്ക്വയർ Bയും, NABയില് ABയും A ക്യൂബ് Bയും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു റെപ്രസെന്റേഷൻ. ഇപ്പൊ നമ്മൾ NA ഇൻറ്റു NB ചെയ്യുന്ന സമയത്ത് നമുക്ക് NAB എന്നായിരിക്കും കിട്ടുക. ഓക്കെ, ആൻഡ് NBAയും വിച്ച് ഇസ് ഈക്വൽ ടു NBA ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി D4/n എന്ന് പറയുന്ന ഗ്രൂപ്പിൽ മൊത്തം എത്ര എലമെന്റ്സ് ഉണ്ട്? 1, 2, 3, 4 4 എലമെന്റ്സ് ആണ് ഈ ഗ്രൂപ്പിലുള്ളത്. ആൻഡ് ഇത് എന്ത് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്? NA ഇൻറ്റു NB ചെയ്യുമ്പോൾ NAB വിച്ച് ഇസ് ഈക്വൽ ടു NBA ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ജനറേറ്റർ ആയിട്ടുള്ള എലമെന്റ് ഒന്നും ഇല്ല. കാരണം നമുക്കിപ്പോ NA എടുത്ത് സ്ക്വയർ ചെയ്ത് നോക്കാം. NA എടുത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ NA സ്ക്വയർ. ഇനി A സ്ക്വയർ എന്നിൽ എലമെന്റ് ആണ്, സോ ഇറ്റ് ഇസ് ഈക്വൽ ടു n എന്ന് കിട്ടി. NB സ്ക്വയർ ഇറ്റ്സ് ഈക്വൽ ടു NB സ്ക്വയർ. B സ്ക്വയർ എവിടുത്തെ എലമെന്റ് ആണ്? B സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ n ഇൻറ്റു 1 n ആയിട്ട് എഴുതും. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് 4 എലമെന്റ് ഉള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ D4/n എന്ന് പറയുന്നത് എന്തല്ല? Z4 അല്ല. പക്ഷേ ഈ D4/n എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മളുടെ ക്ലെയിം 4 ഗ്രൂപ്പാണ്. എന്തിനോട് ഈക്വൽ ആണ്? ക്ലെയിം 4 ഗ്രൂപ്പിനോട് ഈക്വൽ ആണ്. ക്ലെയിം 4 ഗ്രൂപ്പിനോട് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ D4/n ക്യാരക്ടർ ടേബിൾ D4/n ക്യാരക്ടർ ടേബിൾ കിട്ടുന്നത് എന്താണ്? ഈ ഐസോമോർഫിക് ടു ക്ലെയിം 4. ഓക്കെ, അപ്പൊ നമുക്കിതിന് N, NA, NB, NAB, Psi1, Psi2, Psi3, Psi4. നമ്മുടെ ക്യാരക്ടർ ടേബിൾ നമുക്ക് അറിയണം, നമ്മളത് പഠിക്കണം. എന്താണ് ക്യാരക്ടർ ടേബിൾ ഫോർ ക്ലെയിം 4 ഗ്രൂപ്പ് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ആണ്. ഡിറൈവ് ചെയ്യാനും ചോദിക്കും. D4 ചോദിച്ചു കഴിഞ്ഞാലും നമുക്കിത് അറിയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാരക്ടർ ടേബിൾ ഫോർ ബി, അതായത് ക്ലെയിം 4 ഗ്രൂപ്പ്. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ 4 കോൺജുഗസി ക്ലാസ് ആണ് ഉള്ളത്. പക്ഷെ നമുക്ക് വേണ്ടത് എത്രയാണ്? നമുക്ക് വേണ്ടത് 5 കോൺജുഗസി ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് ഇതിന് എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സീറ്റ 5 എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം സിഗ്മ I is equal to 1 to pi Fi സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? 8.
അപ്പൊ ഇതിൽ നമുക്ക് 1 + 1 + 1 + 1 പ്ലസ് F5 എത്രയാണ് 8. അപ്പൊ F5 എന്ന് പറയുന്നത് 8 - 4 4 ആയിട്ട് കിട്ടും. അപ്പൊ F5 സ്ക്വയർ 4 ആയിട്ട് കിട്ടും. അപ്പൊ F5 എന്ന് പറയുന്നത് 2 ആയിട്ട് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓർത്തോഗണാലിറ്റി റിലേഷൻ അപ്ലൈ ചെയ്യാം. N, NA, NB, NAB 2 2 2 2. ഇവിടെ θ1 θ2 θ3 θ4 θ5 1 1 1 1 1 - 1 - 1 1 1 1 -1 -1 1 -1 -1 1. ഇനി നമുക്ക് ഇത് 2 ആയിട്ട് കിട്ടി. ഇതിന് ആൽഫ ബീറ്റ ഗാമ ആയിട്ട് കൊടുക്കാം. ഇനി ഓർത്തോഗണാലിറ്റി റിലേഷൻസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2α - 1 + 1 -1 + 1 = 0. അപ്പൊ ആൽഫ 0 ആയിട്ട് കിട്ടി. ഓക്കെ. ഇനി അടുത്തത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അടുത്തത് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 + 1 + -1 -1 + 2 beta = 0. Again beta = 0 method. ഓക്കെ. ഇനി അടുത്തത് ഫസ്റ്റും ലാസ്റ്റും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 1 - 1 -1 + 1 + 2 ഗാമ = 0. 1 - 1 0, ഇതും again 0. അപ്പൊ 2 ഗാമ എന്ന് പറയുന്നതും 0. ഓക്കെ. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ക്യാരക്ടർ ടേബിൾ ഫോർ A4. സോറി, ക്യാരക്ടർ ടേബിൾ ഫോർ D4. ഇപ്പോൾ D4 എന്ന് പറയുന്നത് θ1 θ2 θ3 θ4 θ5 1A 1A square NA NB NAB. ഇതിൽ 1 1 2 2 2 1 1 1 1 1 1 -1 1 -1 -1 -1 -1 1 -1 -1 -1 -1 -1 1. ഇനി നമുക്ക് 4 -2 0 0 0. ഓക്കെ. നമുക്ക് മൊത്തം 5 ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ആദ്യം ഇക്വേഷൻ എന്നോട് എഴുതിയിട്ടുള്ള 4 ചെറിയൊരു കറക്ഷൻ ഉണ്ട്, ഒന്നുകൂടി ചെയ്യാം. Character table for D4 by N isomorphic to V ആണ്. ഇതിന്റെ ക്യാരക്ടർ ടേബിൾ N, NA, NB, NA 2 2 2 θ1 θ2 θ3 θ4 1 1 1 1 1 1 1 -1 1 -1 1 -1 -1 -1 -1 1. ഇത് 4 ആണ്. നമുക്ക് അപ്പൊ സിഗ്മ I = 1 to 5 Fi സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? D4 8 എലമെന്റ്സ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക്
4 പ്ലസ് F5 സ്ക്വയർ എന്ന് പറയുന്നത് 8 ആണെന്ന് കിട്ടി. അപ്പൊ F5 സ്ക്വയർ 8 മൈനസ് 4 ഈക്വൽ ടു 4 ആണെന്ന് കിട്ടി. അപ്പൊ F5 എന്ന് പറയുന്നത് എന്താ? നമുക്ക് 2 ആണെന്ന് കിട്ടി. ഓക്കെ, ഇതിന്റെ ക്യാരക്ടർ ടേബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? Character table for D. Table for D. എന്ന് പറയുന്നത് വൺ എ സ്ക്വയർ എൻ എ എൻ ബി എൻ എ ബി. ഓക്കെ, അപ്പൊ ഇതില് വണ്ണ് ഇതില് രണ്ടെണ്ണവും ഈ 1 എ സ്ക്വയർ എന്നില് 1 ഉണ്ട് എ സ്ക്വയറും ഉണ്ട്. അപ്പൊ ഇതില് രണ്ടിലും കൂടി 2 എലമെന്റ്സ് ഉണ്ട്. ഇതില് 2, ഇതില് 2, ഇതില് 2. ഓക്കെ, പിന്നെ നമ്മള് θ1, θ2, θ3, θ4, θ5 എടുത്തു. ഇത് 1, 1, 1, 1, 1, 1, 1, 1, 1. ഓക്കെ, അപ്പൊ ഈ എലമെന്റ് 2 ആണെന്ന് നമ്മൾ ഓൾറെഡി F5 2 ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി ഇത് നമുക്ക് അറിയില്ല. അപ്പൊ ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ ആയിട്ട് എടുക്കും. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമ്മൾ ക്ലെയിംഫോ ഗ്രൂപ്പ് എന്താണോ അത് തന്നെ എൻറ്റർ ചെയ്യും. ഈ ബാക്കിയുള്ള ഭാഗം ക്ലെയിംഫോ ഗ്രൂപ്പ് എന്താണോ അത് തന്നെയാണ് നമ്മളിവിടെ എൻറ്റർ ചെയ്യും. ഓക്കെ, ഇവിടെ 1, 1, 1, അടുത്തത് 1, 1, 1, -1, 1, -1, 1, -1, -1, -1, -1, 1. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടി. ഇനി നമ്മൾ ഓർത്തോഗണാലിറ്റി അപ്ലൈ ചെയ്യും. അപ്പൊ ഓർത്തോഗണാലിറ്റി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? ഈ ഫസ്റ്റ് കോളവും ബാക്കിയുള്ള കോളംസ് ആയിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ഫസ്റ്റ് കോളും തേർഡ് കോളും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ഓരോ കോളും ആയിട്ട് എന്ത് ചെയ്യാം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 + 1 + 1 + 1 + 2 ആൽഫ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ ഇതിന്ന് 4 + 2 ആൽഫ 0 എന്ന് കിട്ടി. അപ്പൊ 2 ആൽഫ ഈക്വൽ ടു -4, ആൽഫ ഈക്വൽ ടു -2 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന സമയത്ത് 1 - 1 + 1 - 1 + 2 ബീറ്റ ഈക്വൽ ടു 0. ഈ ടേം ഒക്കെ 0 ആയിപ്പോയി. അപ്പൊ നമുക്ക് 2 ബീറ്റ 0, ബീറ്റ 0 എന്ന് കിട്ടും. അടുത്ത വരുന്നത് 1 + 1 - 1 - 1 + 2 ഗാമ ഈക്വൽ ടു 0. ഇവിടെ നിന്ന് നമുക്ക് 2 - 2 0. 2 ഗാമ 0 ആയതുകൊണ്ട് ഗാമ 0 ആണെന്ന് കിട്ടും. ഇനി അടുത്ത വരുന്നത് 1 - -1 + 1 + 2 ഡെൽറ്റ ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് 2 ഡെൽറ്റ 0 ആണ്, അതുകൊണ്ട് ഡെൽറ്റ എന്തായിരിക്കും? 0 ആയിരിക്കും കിട്ടും. ഇവിടെ ആൽഫയ്ക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? -2 റീപ്ലേസ് ചെയ്യാം. ഇവിടെ ബീറ്റ 0 ആണ്, ഗാമ 0 ആണ്, ഡെൽറ്റ 0 ആണ്. സോ ദ ക്യാരക്ടർ ടേബിൾ ഫോർ D4 എന്ന് പറയുന്നത് ഇതാണ്. നീറ്റ് ആയിട്ട് എഴുതാം. ക്യാരക്ടർ ടേബിൾ ഫോർ D4.
ആൽഫയുടെ വാല്യൂ -2 ആണ്. -2 ബാക്കിയെല്ലാം 0. ഓക്കെ. സോ ഇത് നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് എങ്ങനെയാണ് ഓർത്തോഗണാലിറ്റി റിലേഷൻസ് ഓഫ് സെക്കൻഡ് ടൈം യൂസ് ചെയ്യുന്ന സമയം. ഫസ്റ്റ് കൈൻഡിലും നമ്മൾ അതേ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് നമ്മൾ സെക്കൻഡ് കൈൻഡിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇതേപോലെ നമുക്ക് ക്വാട്ടേണിയൻ ഗ്രൂപ്പ് അങ്ങനെ ഓരോ ഗ്രൂപ്പ്സിന്റെയും നമുക്ക് ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ക്വാട്ടേണിയൻ ഗ്രൂപ്പിന്റെയും കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും ക്യാരക്ടർ ടേബിള് എന്തായാലും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് ക്ലെയിം 4ന്റെ ആവാം, A4ന്റെ ആവാം, D4ന്റെ ആവാം. ഇനി നമ്മളുടെ ക്വാട്ടേണിയൻ ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ചോദിക്കാം. Z3ന്റെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ക്യാരക്ടർ ടേബിൾ വരയ്ക്കാനും എങ്ങനെയാണ് അത് ലിഫ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതും നിങ്ങൾ എന്നായാലും എഴുതി പഠിക്കണം. നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ലീനിയർ ക്യാരക്ടേഴ്സ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഇതില് നമുക്കൊരു തിയറം ഉണ്ട്. തിയറം ജസ്റ്റ് നോക്കാം. ദ നമ്പർ ഓഫ് ലീനിയർ ക്യാരക്ടേഴ്സ് the number of linear characters of G. The number of linear characters of G equal to cardinality of G by G dash. So, നമുക്ക് G by G dashന്റെ സിമ്പിൾ ക്യാരക്ടേഴ്സും Gന്റെ ലീനിയർ ക്യാരക്ടേഴ്സും തമ്മിൽ ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട്. ലാംഡ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ നോട്ട് ഓഫ് G dash എക്സ് വേർ എക്സ് എലമെന്റ് ഓഫ് G. അപ്പൊ ജിന്റെ എല്ലാ ലീനിയർ ക്യാരക്ടേഴ്സിനും എന്തായിരിക്കും യൂണിറ്റ് വാല്യൂ ആയിരിക്കും ഉണ്ടാവും. നമ്മൾ ആദ്യം G ഡാഷ് എന്ന് പറയുന്നത് ജിന്റെ ഒരു നോർമൽ ഗ്രൂപ്പാണ്. G by G dash അബീലിയൻ ആണ്. അബീലിയൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ സിമ്പിൾ ക്യാരക്ടേഴ്സും ലീനിയർ ആണ്. അപ്പൊ ഇതിന്റെ കാർഡിനാലിറ്റീനെ നമ്മൾ L എന്ന് വിളിക്കുകയാണ്. അപ്പൊ ഇതിന് എത്ര ലീനിയർ ക്യാരക്ടേഴ്സ് ഉണ്ടാവും? എത്രയാണോ ഇതിന്റെ കാർഡിനാലിറ്റി അത്രയും ലീനിയർ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അത്രയും ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻസ് ഉണ്ടാവും. ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ എത്രയുണ്ടോ അത്രയും ലീനിയർ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ലാംഡ ഐ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലാംഡ നോട്ട് ഓഫ് എക്സ് G ഡാഷ് ഓഫ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അതേപോലെ നമ്മൾ തിരിച്ച് മ്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ജിന്റെ ഒരു ലീനിയർ ക്യാരക്ടർ ആണ്. ഇനി നമ്മൾ ഏതൊരു കമ്മ്യൂട്ടേറ്റർ A ഇൻവേഴ്സ് P ഇൻവേഴ്സ് എ ബി എടുത്താലും മ്യൂ ഓഫ് A ഇൻവേഴ്സ് B ഇൻവേഴ്സ് എ ബി എന്ന് പറയുന്നത് മ്യൂ ഓഫ് ബി ദ ഹോൾ ഇൻവേഴ്സ് മ്യൂ ഓഫ് ബി ദ ഹോൾ ഇൻവേഴ്സ് മ്യൂ ഓഫ് എ ഇൻറ്റു മ്യൂ ഓഫ് ബി അതെന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇനി കമ്മ്യൂട്ടേറ്റർ G ഡാഷിന് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മ്യൂ ഓഫ് യു എന്ന് പറയുന്നത് 1 ആണ് ഫോർ ഓൾ യു എലമെന്റ് ഓഫ് G ഡാഷ്. അപ്പൊ അതുകൊണ്ട് G ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ജിന്റെ ഏത് ലീനിയർ റെപ്രസെന്റേഷൻ എടുത്താൽ അതിന്റെ കേർണൽ എടുത്താലും ഉണ്ടാവും. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി വെച്ച് നമുക്ക് മ്യൂ നോട്ട് ഓഫ് G by G ഡാഷ് എന്ന് പറയുന്നത് മ്യൂ നോട്ട് ഓഫ് G ഡാഷ് ഈക്വൽ ടു മ്യൂ ഓഫ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. ഇനി G ഡാഷ് എക്സും G ഡാഷ് വൈയും ഈക്വൽ ആണ് എങ്കിൽ y is equal to some ux ആണ് and u is equal to and mu of y equal to mu of ux. നമുക്കറിയാം mu of u എന്ന് പറയുന്നത് 1 ആണ്. ഇത് നമുക്ക് which is mu of y equal to mu of x എന്ന് കിട്ടും. ഈ രണ്ട് റെപ്രസെന്റേഷൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് A of x എന്ന് പറയുന്നത് ജിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. അത് ഇറഡ്യൂസിബിൾ ആവാം ആവാതിരിക്കാം. അതിന്റെ ലീനിയർ ക്യാരക്ടർ ആണ് ലാംഡ ഓഫ് എക്സ്. ഇനി ലാംഡ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ റെപ്രസെന്റേഷന്റെ തന്നെ ലീനിയർ ക്യാരക്ടർ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു ലീനിയർ ക്യാരക്ടർ ആണ് ലാംഡ ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബി ഓഫ് എക്സ് ഈക്വൽ ടു ഈ ലാംഡ ഓഫ് എക്സ് ഇൻറ്റു എ ഓഫ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതും ഒരു റെപ്രസെന്റേഷൻ ആയിരിക്കും. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? നമ്മളുടെ എ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു റെപ്രസെന്റേഷൻ, ഇനി ലാംഡ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ക്യാരക്ടർ ആണ്. ലാംഡ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ക്യാരക്ടർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാണ് ബി ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ ഓഫ് എക്സ് ഇൻറ്റു എ ഓഫ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് ഒരു റെപ്രസെന്റേഷൻ ആണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതൊരു റെപ്രസെന്റേഷൻ ആണ് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനെന്ത് ചെയ്യുക? ബി ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കാം.
lambda of xy into a of xy. Lambda of xy ഒരു ലീനിയർ ക്യാരക്ടർ ആയതുകൊണ്ട് lambda of x into lambda of xy ഒരു ലീനിയർ ക്യാരക്ടർ ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂ 1 ആയിരിക്കും. 1 into a of xy എന്ന് കിട്ടും. So which is equal to a of x into a of y. ഇനി നമുക്ക് b of x into b of y ചെയ്ത് നോക്കാം. അത് ചെയ്യുന്ന സമയത്ത് lambda of x a of x into lambda of y b of y എന്ന് എഴുതും. So which is equal to lambda of x into lambda of y into a of x into a of y. So ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ which is equal to lambda of xy into a of xy ആയിട്ട് നമുക്ക് എഴുതാം. It's equal to b of xy. So അതുകൊണ്ട് ഇതൊരു റെപ്രസെന്റേഷൻ ആണെന്ന് പറയാം. Is a representation എന്ന് പറയും. Is a representation എന്ന് നമുക്ക് പറയാം. Okay. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടൊരു പ്രപ്പോസിഷൻ ഉണ്ട്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോസിഷൻ ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ലാംഡ ഓഫ് എക്സ് എ ഓഫ് എക്സിന്റെ ലീനിയർ ക്യാരക്ടർ ആവണമെന്നേ ഇല്ല. എ ഓഫ് എക്സ് ഒരു റെപ്രസെന്റേഷൻ ആണ്. അത് ഇറെഡ്യൂസിബിൾ ആവാം, റെഡ്യൂസിബിൾ ആവാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലാംഡ ഓഫ് എക്സ് ഒരു ലീനിയർ ക്യാരക്ടർ ആണ്. അപ്പോ സീറ്റ ഓഫ് എക്സ് എന്ന് പറയുന്ന ഏതൊരു ഇറെഡ്യൂസിബിൾ ക്യാരക്ടർ എടുത്താലും ലാംഡ ഓഫ് എക്സ് സീറ്റ ഓഫ് എക്സ് എന്തിലുണ്ടാവും? അതിന്റെ ക്യാരക്ടർ ടേബിളിൽ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇത് രണ്ടിന്റെയും ഇന്നർ പ്രൊഡക്ട്സ് സെയിം ആണ് എന്നുള്ളതാണ്. ഇന്നർ പ്രൊഡക്റ്റ് ലാംഡ സൈ എടുത്തു. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 1/g into lambda of x into theta of x into lambda of x inverse into theta of x inverse എന്ന് ഡിഫൈൻ ചെയ്തു. ഇറ്റ് ഇസ് ഈക്വൽ ടു 1/g into sigma x element of g. നമ്മള് ഇതിന്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുക. ആദ്യം നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. ലാംഡ ഓഫ് എക്സ് into ലാംഡ ഓഫ് എക്സ് ഇൻവേഴ്സ് സീറ്റ ഓഫ് എക്സ് into സീറ്റ ഓഫ് എക്സ് ഇൻവേഴ്സ്. ഇപ്പൊ ലാംഡ ഓഫ് എക്സ് into ലാംഡ ഓഫ് എക്സ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ലാംഡ ഓഫ് എക്സ് എക്സ് ഇൻവേഴ്സ് ആണ്. ഇറ്റ്സ് ഈക്വൽ ടു ലാംഡ ഓഫ് 1 എന്ന് കിട്ടി. ഓക്കെ, into സീറ്റ ഓഫ് എക്സ് into സീറ്റ ഓഫ് എക്സ് ഇൻവേഴ്സ്. സോ 1/g into sigma x element of g സീറ്റ ഓഫ് എക്സ് into സീറ്റ ഓഫ് എക്സ് ഇൻവേഴ്സ്. ഓക്കെ, അതെന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് സീറ്റ സീറ്റ which is equal to 1. എന്തുകൊണ്ടാണ്? സീറ്റ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ക്യാരക്ടർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂള്. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് ഉണ്ട്, നമുക്കൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടുത്തത് നമ്മളുടെ തേർഡ് മൊഡ്യൂൾ ആണ്. ഇത് 2 മൊഡ്യൂൾസും കൂടിയാണ് ഉള്ളത്. തേർഡ് മൊഡ്യൂള് ചെറിയ മൊഡ്യൂളാണ്. തേർഡും ഫോർത്തും ചെറിയ മൊഡ്യൂൾ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ്. ഇൻഡ്യൂസ്ഡ് ക്യാരക്ടേഴ്സ്, ഇൻഡ്യൂസ്ഡ് റെപ്രസെന്റേഷൻസ്, അതിന്റെ ക്യാരക്ടേഴ്സ് എന്തായിരിക്കും, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, റെസിപ്രോസിറ്റി ലോ, സെൻട്രലൈസർ, നമ്മുടെ ഗ്രൂപ്പിന്റെ സെൻട്രലൈസർ എന്താണ്, റെസിപ്രോസിറ്റി ലോ എന്താണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫ്രോബീനിയസിന്റെ റെസിപ്രോസിറ്റി ലോ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് A5ന്റെ ക്യാരക്ടർ ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അത് കുറച്ചൊരു ലെങ്തി പ്രോസസ് ആണ്. അതിന് നമുക്ക് ഇൻഡ്യൂസ്ഡ് ക്യാരക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് അറിയണം. നമ്മൾ A4ന്റെ ചെയ്തു. പിന്നെ നോർമൽ സബ് ഗ്രൂപ്പ്സ്, അതൊക്കെയാണ് നമ്മളുടെ തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.